എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്കിൽ അതിഥിയായിട്ടുള്ളത് മാംഗ്ലൂർ ജ്യോതി KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രോഹിത് പയ്യാണ്. സർ, വെൽക്കം. നമസ്കാരം ഡോക്ടർ. നമുക്ക് ഇന്ന് GB സിൻഡ്രത്തെക്കുറിച്ച്, കാരണം പ്രേക്ഷകർക്ക് അത്ര നമ്മുടെ ആ വേർഡ് തന്നെ ഒരു അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാനും പ്രേക്ഷകർക്ക് അത്ര അവബോധമില്ലാത്തൊരു വേർഡാണെന്ന് എനിക്ക് തോന്നുന്നു. GB സിൻഡ്രം, അതായത് ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഈ GB സിൻഡ്രം എന്ന് പറഞ്ഞ രോഗം അതെന്താണ്? GB സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഗിലിൻ ബാരി സിൻഡ്രോം. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുള്ള പൂനെ സിറ്റിയിൽ കുറേ കേസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറേ GB സിൻഡ്രോം കുറേ കേസസ് നമ്മൾ ന്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്, ന്യൂറോളജിക്കൽ വീക്ക്നെസ് ആണ്. പ്രത്യേകിച്ച് നെർവ്സ് ബാധിക്കുന്ന രീതിയിൽ വരുന്ന ഡിസോർഡർ. നമ്മൾ നെർവ്സ് ഒരു കോപ്പർ വയർ മാത്രമാണ്. അതിൻ്റെ ചുറ്റുഭാഗത്ത് ഒരു മൈലിൻ ഷീത് എന്ന ഒരു ഷീതാണ്, അത് ഒരു സറൗണ്ടിങ് ഏരിയയിൽ. അതിൻ്റെ എന്തെങ്കിലും ഡാമേജ് വന്നാൽ GB സിൻഡ്രോം ആയിട്ട് ഒരു രോഗം വരും. GB സിൻഡ്രോം ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. നമ്മുടെ ദേഹത്തിലുള്ള പ്രതിരോധ ശക്തി, സാധാരണ പ്രതിരോധം നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയുള്ളത്. പക്ഷേ ഈ പ്രതിരോധ ശക്തി തന്നെ ഞങ്ങൾ അവയവം തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഇത് വന്നാൽ ഈ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ നമുക്ക് കാണുന്നത്. സാധാരണ GB സിൻഡ്രോമിൽ മൈലിൻ ഷീത് അഗെയിൻസ്റ്റ് ആണ്, അതിൻ്റെ എതിരാണ് ആൻറ്റിബോഡീസ് ആക്ട് ചെയ്തിട്ടാണ് നെർവ്സിൻ്റെ മൈലിൻ ഷീറ്റ് ഡാമേജ് ആയിട്ട് വരുന്ന കണ്ടീഷൻ GB സിൻഡ്രോം. ഡോക്ടർ, നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ വന്ന ഔട്ട് ബ്രേക്ക് അങ്ങനെയാണ് ഈ GB സിൻഡ്രോം പൊതുവേ ന്യൂസിലൊക്കെ കൂടുതൽ ഇടം പിടിച്ചത്. നമ്മൾ കോവിഡ് വന്ന ആ സമയത്ത് എന്നുള്ളത് പോലെ. പക്ഷെ ഇത് ഈ രോഗം ഈ ഔട്ട് ബ്രേക്കിൽ വന്നതാണോ, അതല്ല ഇതിനു മുന്നേ ഇത് ഈ രോഗത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് നമ്മൾ എടുക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ഇത് മുമ്പേ ഈ കേസസ് നോട്ടീസബിൾ ആണോ? യെസ്. ഒരു GB സിൻഡ്രോം നമ്മൾ സാധാരണ നമ്മൾ കാണുന്നത് നമ്മൾ മഴക്കാലത്തിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്താണ് സാധാരണ ഒരു ഇൻഫെക്ഷൻ, ഏതൊരു ഇൻഫെക്ഷൻ വരും. സാധാരണ അത് GI ഇൻഫെക്ഷൻ ഉണ്ടാവും, ഒരു വയറിളക്കോ അങ്ങനത്തെ ഫുഡ് പോയ്സണിങ് അങ്ങനത്തെ കേസുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1 to 2 weeks കഴിഞ്ഞിട്ട്, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ദേഹത്തിൽ ഈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആവും. ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആയിട്ട് ഓട്ടോഇമ്യൂൺ ആയിട്ട് നമ്മൾ നെർവ് തന്നെ ബാധിക്കുന്ന രീതിയിൽ അതിൻ്റെ എതിര് ആക്ട് ചെയ്തിട്ടാണ് നെർവ് ഡാമേജ് ആയിട്ടാണ് വരുന്ന കണ്ടീഷൻ GB സിൻഡ്രോം. സോ ഈ മഹാരാഷ്ട്രയിൽ കാണുന്നത് ഈ ചിലപ്പോൾ വിന്റർ ഔട്ട് ബ്രേക്ക് ആയിക്കൊണ്ട് ചില ഫുഡ് പോയ്സണിങ് കേസസ് ആയിട്ട് വന്നിട്ടുണ്ടോ, ഗാസ്ട്രോഎൻട്രൈറ്റിസ് കേസസ് വന്നിട്ടുണ്ടോ. അതിൻ്റെ റിയാക്ഷൻ ആയിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആയിട്ട് GB സിൻഡ്രോം കേസസ് കൂടിയിട്ടുണ്ടോ, അതൊരു സാധ്യതയാണ്. സോ ഇവിടെ നമുക്ക് സാധാരണ എല്ലാ വർഷം കാണുന്ന ഇതാണ്. പക്ഷെ കൂടുതൽ ഇൻഫെക്ഷൻ വന്നതായിക്കൊണ്ട് GB സിൻഡ്രോം കേസസ് കൂടിയിട്ടുണ്ടാവും, അതൊരു സാധ്യത. ഓക്കെ. ഇപ്പം എല്ലാ ഡിസീസിനും ചില സിംറ്റംസ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. നാച്ചുറലി നമുക്ക് എല്ലാവരും ചില സിംറ്റംസ് ഉണ്ട്. GB സിൻഡ്രത്തിന് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? GB സിൻഡ്രോമിൽ കാണുന്ന സിംറ്റംസ് വീക്ക്നെസ്, സാധാരണ കൈയിൻ്റെ കാലിൻ്റെ വീക്ക്നെസ്. ഇറ്റ് ഇസ് അസെൻഡിങ് പാരാലിസിസ്. സാധാരണ കാലിൽ സ്റ്റാർട്ടായിട്ട് കാലിൻ്റെ തളർച്ച വരും. ഫസ്റ്റ് സിംറ്റം കാണുന്നത് ടിപ്പിക്കൽ സിംറ്റമാണ് ഇരുന്നിട്ട് എണീക്കാൻ ബുദ്ധിമുട്ട്. ദാറ്റ് ഇസ് പ്രോക്സിമൽ വീക്ക്നെസ്. കാലിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഹിപ്പ് ഭാഗത്ത് വീക്ക്നെസ് ഫസ്റ്റാണ് കാണുന്നത്. അതിനുശേഷം ബക്ലിംഗ്, കാലൊരു കുഴച്ചിൽ, മുട്ട് കുഴച്ചിൽ അങ്ങനെ വരും ചിലപ്പോൾ. അതിനുശേഷം എസെൻഡ് ആയിട്ട് കൈ ബാധിക്കും, കൈ പൊക്കാൻ ബുദ്ധിമുട്ട്, എന്തെങ്കിലും പിടിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരും. ഇനിയും രോഗം കൂടി വന്നാൽ നമ്മൾ ഈ തലക്കൊടി ബാധിക്കും, തലേൻ്റെ നെർവ്സ് ബാധിക്കും. അപ്പോൾ ഫേഷ്യൽ നെർവ് ബാധിച്ചാൽ കണ്ണടയ്ക്കാൻ ബുദ്ധിമുട്ട്. ഇനിയും കൂടിയാൽ ഈവൻ നമ്മൾ റെസ്പിറേറ്ററി നെർവ്സ് എല്ലാം ബാധിച്ചിട്ട് മസിൽ പാരാലിസിസ് വരും. അപ്പോൾ വളരെ സീവിയറായിട്ട് കേസസ് ചിലപ്പോൾ ഒരു ഈവൻ വെന്റിലേഷന് വേണ്ടി ആ സ്റ്റേജിലേക്ക് എത്തും. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെന്റിലേറ്റർ വരെ എത്തുന്ന കണ്ടീഷൻ സ്പേസസ് കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി എല്ലാ നെർവ്സ് ബാധിക്കുന്ന രീതിയിൽ
ഒരു കണ്ടീഷൻ ആണ് GB സിൻഡ്രോം. ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത സിംറ്റംസ് മറ്റു പല രോഗങ്ങൾക്കും ചിലപ്പോൾ സമാന സ്വഭാവമുള്ള ഒരു സിംറ്റംസ് ഉണ്ട്. ശരിക്കും നമുക്കത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പറായ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ മനസ്സിലാവും. അല്ലാതെ നമുക്ക് സ്വമേധയാ നമ്മളൊരു ഡോക്ടർ ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നീട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ ഡോക്ടർ, നമുക്ക് ഏതൊക്കെ ടൈപ്സ് ആണ് ഈ GB സിൻഡ്രോം കാണുന്നത്? സാധാരണ GB സിൻഡ്രോം കോമണസ്റ്റ് ഇതാണ് AIDP. ഞാൻ നേരത്തെ പറഞ്ഞത് ഡീമൈലിനേറ്റിംഗ് ഡിസോർഡർ. ഇത് സാധാരണ AIDP ആണ് നമ്മൾ ക്ലാസിക്കൽ കേസ്. AIDP എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി ഡീമൈലിനേറ്റിംഗ് പോളിന്യൂറോപ്പതി. മൈലിൻ ഷീത് നഷ്ടപ്പെട്ടിട്ട് വരുന്ന കണ്ടീഷനാണ് AIDP. അതായത് നമ്മൾ ക്ലാസിക്കൽ ഡീമൈലിനേറ്റിംഗ് ന്യൂറോപ്പതി. പക്ഷെ അതേപോലെ തന്നെ പല ടൈപ്സ് ഉണ്ട്. രണ്ടാമത്താണ് അമാൻ, അക്യൂട്ട് മോട്ടർ എക്സോണൽ ന്യൂറോപ്പതി. ഇതിൽ ആക്സോൺസ്, നെർവ്സിന്റെ ആക്സോൺ ഒരു ഇത് വയർ പോലെയാണ്. വയറിന്റെ ചുറ്റുഭാഗത്ത് മൈലിൻ ഡാമേജ് ആയാലും ഡീമൈലിനേറ്റിംഗ് ന്യൂറോപ്പതി, അകത്തുള്ള ആക്സോൺ തന്നെ ഡാമേജ് ആയാലും ആക്സോണൽ ന്യൂറോപ്പതി നമ്മൾ പറയും. അപ്പോൾ വെറും ആക്സോൺ ഡാമേജ് ആയാലും നമ്മൾ പറയുന്നത് അക്യൂട്ട് മോട്ടർ എക്സോണൽ ന്യൂറോപ്പതി. അതേപോലെ അക്യൂട്ട് മോട്ടർ സെൻസറി എക്സോണൽ, നമ്മൾ മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കാല് മസിൽസ് പവർ കൊടുക്കാനുള്ള നെർവ്സ്. അതേപോലെ സെൻസറി നെർവ്സ് അത് ഡാമേജ് ആയാലും അക്യൂട്ട് മോട്ടർ സെൻസറി എക്സോണൽ ന്യൂറോപ്പതി എന്ന് പറയും. ചില കേസസിൽ കണ്ണിന്റെ മസിൽസ് ബാധിക്കും, കണ്ണിന്റെ മൂവ്മെന്റ് ബാധിക്കും. സോ അതായത് മില്ലർ ഫിഷർ വേരിയന്റ് ഓഫ് GB സിൻഡ്രോം. അതിൽ ഒഫ്താൽമോപ്ലീജിയ, കണ്ണിന്റെ മസിൽസ് ബാധിച്ചിട്ട് കണ്ണ് അനക്കാൻ പറ്റാത്ത അവസ്ഥ. അതിന്റെ റിസൾട്ട് വ്യൂവിനല്ല, മസിൽസിന്റെ മസിൽസ് മൂവ്മെന്റ് ബാധിക്കും, വ്യൂ അല്ല, കാഴ്ച കുറയില്ല. മസിൽസ് ബാധിച്ചിട്ട് കണ്ണൊരു ഫ്രോസൺ ആയി, ഒരു കണ്ണ് അനക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അലോങ് വിത്ത് അതർ സിംറ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞത് കൈക്കാലിന്റെ വീക്ക്നെസ് കൂടെ ഒഫ്താൽമോപ്ലീജിയ, കണ്ണ് നെർവ്സ് ബാധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കാൻ പറ്റാത്ത കണ്ടീഷൻ. ഇതായത് നമ്മുടെ കോമൺ വേരിയൻസ് ഓഫ് GB സിൻഡ്രോം. ഓക്കെ, ഈ സിംറ്റംസും അല്ലെങ്കിൽ വേരിയസ് ഇപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സാധാരണ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ന്യൂറോ റിലേറ്റഡ് ഡിസീസ് ആവുമ്പോൾ ഇത് ഏത് തരത്തിലാണ് ഡയഗ്നോസിസ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ഇസ് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. സാധാരണ ഈ GB സിൻഡ്രോം കേസസ് നമുക്ക് കം അക്രോസ് നമ്മൾ സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത് ബൈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് ക്വാഡ്രിപ്ലീജിയ, കൈയിന്റെ കാലിന്റെ തളർച്ച, അതിന്റെ കൂടെ ഫേഷ്യൽ വീക്ക്നെസ്, രണ്ട് കണ്ണ് ഒരു നമ്മൾ ക്ലോസ് ചെയ്യാത്ത കണ്ടീഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ പല ഫീച്ചേഴ്സ് ഉണ്ടാവും. റിഫ്ലെക്സ്, നമ്മൾ സാധാരണ റിഫ്ലെക്സസ് കാണും. നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും, ഒരു ന്യൂറോൾസ് അടുത്ത് പോകുമ്പോൾ അവർ ഒരു നീ ഹാമർ യൂസ് ചെയ്തിട്ട് ഒരു ജെർക്ക് നോക്കും. ആ ജെർക്ക് ആബ്സെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് റിഫ്ലെക്സിയ. സോ റിഫ്ലെക്സിയ അലോങ് വിത്ത് വീക്ക്നെസ്, വിത്ത് ഫേഷ്യൽ വീക്ക്നെസ് ആണെങ്കിൽ നമ്മൾ സാധാരണ GB സിൻഡ്രോം സസ്പെക്ട് ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ പേഷ്യനോട് ചോദിക്കും, നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നോ, വെദർ ഇറ്റ് വാസ് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, ഇറ്റ് മേ ബി ഒരു ഡയറിയ, വൈറൽക്ക്. അതിൽ പ്രത്യേകിച്ച് സാധാരണ പല വൈറസ് എൻട്രൈറ്റിസ് ഉണ്ടാക്കും. അതേപോലെ നമ്മൾ ക്ലാസിക്കൽ GB സിൻഡ്രോം ഉണ്ടാക്കുന്ന ഇതാണ് ബാക്ടീരിയ ക്യാമ്പലോബാക്ടർ ജെജുനൈ. ഈ ഇൻഫെക്ഷൻ കൊണ്ട് GB സിൻഡ്രോം പല കേസസ് വന്നിട്ടുണ്ട്. സോ ക്യാമ്പലോബാക്ടർ ജെജുനൈ സാധാരണ വരുന്ന ബ്ലഡി ഡയറിയ, ഒരു നമ്മൾ ഡയറിയയിൽ കുറച്ച് ബ്ലഡ് ആയിട്ട് വരും, ഇൻഫെക്റ്റീവ് ഡയറിയ. സോ അത് നമ്മൾ സാധാരണ ചോദിക്കും. അതേപോലെ തന്നെ വേറെ വൈറൽ ഇൽനെസ് വരും GB സിൻഡ്രോം മുന്നേ. ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ, ജസ്റ്റ് ഒരു ജലദോഷം ഉണ്ടാവും, ചിലപ്പോൾ ഒരു ജസ്റ്റ് സോർ ത്രോട്ട് ഉണ്ടാവും. അങ്ങനെ അതിന്റെ ശേഷമാണ് ആഫ്റ്റർ 2 to 3 weeks ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ആയിട്ട് നെർവ്സ് ഡാമേജ് ആയിട്ട് ആവുന്ന രീതിയിൽ ഈ ഡിസീസ് കാണുന്നത്. ഓക്കെ ശരി ഡോക്ടർ, നമ്മളിപ്പം ഏതൊക്കെ ഡിസീസസ് ആണ് GB സിൻഡ്രോത്തെ മിമിക് ചെയ്യുന്നത്? GB സിൻഡ്രോം മിമിക് ചെയ്യുന്നത് നമ്മൾ സാധാരണ GB സിൻഡ്രോം പോലെ നമുക്ക് പേഷ്യൻ്റ് വന്നാൽ കൈയിൻ്റെ കാലിൻ്റെ വീക്ക്നെസ്
മൊത്തം പാരലിസിസ് കേസ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് മെറ്റബോളിക് ഡിസോർഡേഴ്സ്. ഈ പൊട്ടാഷ്യം വളരെ കോമൺ ആണ്. ഹൈപ്പോകലീമിയ അല്ലെങ്കിൽ ഹൈപ്പർകലീമിയ. പൊട്ടാഷ്യം കൂടി വന്നാൽ ലെവല് കുറഞ്ഞാൽ അതേപോലെ തന്നെ വീക്ക്നെസ് വരും. പക്ഷെ മറ്റേ സിംറ്റംസ് ഉണ്ടാവില്ല, ഫേഷ്യൽ വീക്ക്നെസ് ഉണ്ടാവില്ല, പക്ഷെ വീക്ക്നെസ്, ക്വാഡ്രിപ്ലീജിയ, കൈൻ്റെ കാലിൻ്റെ വീക്ക്നെസ് വരും. സോ നമ്മൾ അത് ഫസ്റ്റ് അതാണ് നോക്കുന്നത്. അതിനുശേഷം മസിൽ ഡിസീസ്, മയോസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ മസിൽ ഒരു ഇൻഫ്ലമേഷൻ, നീര് വരുന്ന കണ്ടീഷൻ. അതുകൂടി നമ്മൾ സാധാരണ വൈറൽ ഇൻഫെക്ഷൻ വരും. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് മസിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഇതേപോലെ കൈയുടെ കാലിൻ്റെ വീക്ക്നെസ്. പക്ഷെ ഇറ്റ് വിൽ ബി മോർ പെയിൻഫുൾ. GBC സിൻഡ്രോം ഒരു പെയിൻലെസ് കണ്ടീഷനാണ്. സാധാരണ ഒരു അത്ര പെയിൻ ഉണ്ടാവില്ല, പക്ഷെ മയോസൈറ്റിസ് പെയിൻ ഉണ്ടാവും. മൂന്നാമത്തെ ഞങ്ങൾ കാണുന്നത് ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് നമ്മൾ സുഷുമ്നാന്റെ പ്രശ്നമാണ്, സ്പൈനൽ കോഡിന്റെ പ്രശ്നമാണ്. അത് ഈ GBC സിൻഡ്രോം പോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. ആന്റിബോഡീസ് നെർവ്സ് ബാധിക്കില്ല, പക്ഷെ സുഷുമ്ന ബാധിക്കും, സ്പൈനൽ കോഡ് ബാധിക്കും. അപ്പോൾ ചിലപ്പം 2 കാലത്ത് ബാധിക്കും, ചിലപ്പം ഈ സർവൈക്കൽ കോഡ്, കഴുത്തിന്റെ സുഷുമ്ന ബാധിച്ചാൽ 2 കൈ 2 കാല് ബാധിച്ചിട്ട് മൂത്രം ഒഴിക്കാൻ പോലും പ്രശ്നം ഉണ്ടാവും. സോ അത് ഒരു GBC സിൻഡ്രോം ഒരു മിമിക്കാണ്. സോ സാധാരണ ഇതൊക്കെയാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത്. വളരെ റയറായിട്ട് പോർഫൈരിയ അങ്ങനെയൊക്കെ പക്ഷെ ഒരു അപൂർവമായിട്ട് കാണുന്ന കേസാണ്. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസീസുകൾ. ഇപ്പോൾ ഡോക്ടറെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതൊരു മൾട്ടിപ്പിൾ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമ്പാക്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ്, അത് ന്യൂറോ റിലേറ്റഡ് ഡിസീസ് ആകുന്ന സമയത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിലാണ് കൊടുക്കുന്നത്? ഓക്കെ, GBC സിൻഡ്രോമിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നാമത്തെ IVIG. ഇത് എന്താണ് ഇത് IVIG? ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബുലിൻ. ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബുലിൻ നമ്മൾ ഒരു ഇമ്യൂണോഗ്ലോബുലിൻ നമ്മൾ ഈ ആൻറ്റിബോഡീസ് എതിര് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇമ്യൂണോഗ്ലോബുലിൻ. ആൻറ്റിബോഡീസ് എതിര് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് കുറക്കാനുള്ള രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഈസ് എ ഓട്ടോഇമ്യൂൺ ഡിസീസ്. അപ്പോൾ ആൻറ്റിബോഡീസ് നെർവ് പോയിട്ട് ബാധിച്ചിട്ടാണ് വീക്ക്നെസ് വരുന്നത്. അപ്പോൾ IVIG സാധാരണ ഈ ആൻറ്റിബോഡീസ് ആണ് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കും. അപ്പോൾ വീക്ക്നെസ് ഇംപ്രൂവ് ആവും. സോ സാധാരണ നമ്മൾ ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. IVIG ഒരു ചെറിയ കോസ്റ്റ്ലി ഇഞ്ചക്ഷനാണ്. സാധാരണ നമുക്ക് ഒരു GBC രോഗിക്ക് 2 gram per kg ബോഡി വെയിറ്റ് ആണ് സാധാരണ വേണ്ടത്. സോ യൂഷ്വലി 2 to 2.5 lakhs ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓവർ 5 days ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഒറ്റയടിക്കല്ല കൊടുക്കുന്നത്, ഓവർ 5 days, 5 ദിവസം ഡിഫറെൻറ്റ് ഡോസ് അല്ല, 5 ദിവസമാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 2 gram per kg ബോഡി വെയിറ്റ് ഡിവൈഡഡ് ബൈ 5, അത്ര ഡോസാണ് നമ്മൾ ഓവർ 5 days കൊടുക്കുന്നത്. രണ്ടാമത്തെ രീതിയിൽ ട്രീറ്റ്മെൻ്റ് ആണ് പ്ലാസ്മഫെരസിസ്. ഒരു ഡയാലിസിസ് പോലെ ഒരു പ്രൊസീജിയറാണ്. നമ്മൾ സാധാരണ കിഡ്നി രോഗിക്ക് ഡയാലിസിസ് റെക്കമെൻഡ് ചെയ്യും. അതിൽ സാധാരണ നമ്മൾ കിഡ്നിൻ്റെ ടോക്സിനുകൾ പ്യൂരിഫൈ ചെയ്യാനുള്ള മെഷീനാണ് ഡയാലിസിസ്. അതേപോലെ തന്നെ പ്ലാസ്മഫെരസിസ് നമ്മൾ ബ്ലഡിൽ 2 രീതിയിൽ ഇതുണ്ടാവും. റെഡ് ബ്ലഡ് സെൽസ് പിന്നെ പ്ലാസ്മയിലാണ് ഈ ആൻറ്റിബോഡീസ് ഉള്ളത്. സോ നമ്മൾ ഇങ്ങനെ ഈ ബ്ലഡ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 55% റെഡ് ബ്ലഡ് ആണ്, 45% മഞ്ഞ രക്തം, ദാറ്റ് ഈസ് പ്ലാസ്മ. ഈ മഞ്ഞ രക്തത്തിലാണ് ആൻറ്റിബോഡീസ് ഉള്ളത്. സോ ഈ പ്ലാസ്മ പ്യൂരിഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് പ്രൊസീജിയറാണ് പ്ലാസ്മഫെരസിസ്. അത് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് സാധാരണ ഒരു അറൗണ്ട് 1 liter വരെ നമ്മൾ എടുത്തിട്ട് പ്ലാസ്മ നമ്മൾ അത് പിന്നെ പ്യൂരിഫൈ ചെയ്തിട്ട് പിന്നെ ഫ്രഷ് പ്ലാസ്മ കൊടുക്കുന്ന പ്രൊസീജിയറാണ് പ്ലാസ്മഫെരസിസ്. അതിൻ്റെ ഒരു കോസ്റ്റ് ഏകദേശം 75,000 to 1 lakh. IVIGയും പ്ലാസ്മഫെരസിസ് തമ്മിൽ ഡിഫറൻസ് അത്ര ഉണ്ടാവില്ല, ബോത്ത് ആർ ഈക്വലി എഫക്റ്റീവ്. പക്ഷെ പ്ലാസ്മഫെരസിസ് മെയിൻ പ്രശ്നം കാണുന്നത് നമ്മൾ ഈ ബ്ലഡ് എടുത്തിട്ടാണ് ചെയ്യുന്ന പ്രൊസീജിയർ ആയിക്കൊണ്ട് BP ചിലപ്പോൾ പെട്ടെന്ന് ഫോളോ ആവുന്ന സാധ്യതയുണ്ടാവും. ഞാൻ ചില GBC സിൻഡ്രോം കേസിൽ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ വരും.
എന്താണ് ഇത് ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ? നമ്മൾ എല്ലാ BP-യും ഷുഗറും ഹാർട്ടും കൺട്രോൾ ചെയ്യുന്നുള്ള നെർവ്സാണ് ഓട്ടോണോമിക് നെർവ്സ്. നമ്മൾ കൈക്കാല് കൺട്രോൾ ചെയ്യുന്ന നെർവ്സാണ് പെരിഫറൽ നെർവ്സ്. അതുപോലെ ഹാർട്ട് അതല്ല ഇന്റീരിയർ കൺട്രോൾ ചെയ്യാനുള്ള നെർവ്സ് ഓട്ടോണോമിക് നെർവ്സ് ആണ്. അതിൻ്റെ ഡാമേജ് ചിലപ്പോൾ GB സിൻഡ്രോമിലും നമുക്ക് കാണാം. അത് ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ്റെ സാധാരണ കാണുന്നത് BP ഫാൾ, BP പെട്ടെന്ന് ഫോളോ. ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ ഭാഗം ചിലപ്പോൾ ഈവൻ റെസ്പിറേറ്ററി പാരാലിസിസ് അങ്ങനെയൊക്കെ വരും. സോ ചില GB സിൻഡ്രോം കേസ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എഫക്റ്റ് ആയിട്ട് BP പെട്ടെന്ന് ഫോളോ. സോ അങ്ങനെ കേസ് നമ്മൾ സാധാരണ പ്ലാസ്മഫെറസിസ് നമ്മൾ ചെയ്യുന്നില്ല. IVIG ആണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. രണ്ട് നമ്മൾ ചോദിച്ചാൽ രണ്ട് ഈക്വൽ എഫക്റ്റീവ് ആണ്. IVIGയും പ്ലാസ്മ ഈക്വൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ക്ലിനിക്കൽ സിനാരിയോ നമുക്ക് സാധാരണ ഡിസൈൻ ചെയ്യുന്നത് ഏത് യൂസ് ചെയ്യുന്നത് IVIGയോ പ്ലാസ്മയോ നമ്മൾ സാധാരണ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ പ്രൊസീജിയറൊക്കെ ചെയ്യുന്ന സമയം ഇതൊക്കെ ഒരു പിന്നെ 1 day അഡ്മിഷനിൽ വരാം. ഫോർ എക്സാമ്പിൾ ഡയാലിസിസ് ഒക്കെ വന്നിട്ട് ചെയ്തിട്ട് പോകുന്നത് പോലെ അങ്ങനെയല്ല. അത് more than 2 or 3 or 5 days. 5 days at least 5 days. ഈ പ്ലാസ്മഫെറസിസ് സാധാരണ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ബൈ ടെക്സ്റ്റ് ബുക്ക് ഇഫ് യു ഗോ ഇറ്റ് വിൽ റിക്വയർ ആൾട്ടർനേറ്റ് ഡേയ്സ്. ഇന്ന് ചെയ്താൽ നാളെ ചെയ്യില്ല, മറ്റന്നാളെ ചെയ്യില്ല. സോ നമ്മൾ സാധാരണ 10 days ഹോസ്പിറ്റലൈസ് വേണ്ടി വരും. IVIG ആണെങ്കിൽ ഡെയിലി നമുക്ക് IVIG കൊടുക്കാം. ആഫ്റ്റർ 5 days നമുക്ക് IVIG അതിൻ്റെ ട്രീറ്റ്മെന്റ് തീരും. GB സിൻഡ്രോം സാധാരണ നോട്ടീസ് ചെയ്യുന്ന ഏജ് ബാർ ഉണ്ടോ ഡോക്ടർ? സാധാരണ അത് അങ്ങനെ ഇല്ല, അങ്ങനെ ഏജ് ബാർ ഇല്ല. ഇറ്റ് ക്യാൻ കം ഇൻ എനി ഏജ്. ചെറുപ്പക്കാർക്ക് വരും, ഓൾഡ് ഏജിൽ വരും. അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ബാർ ഇല്ല. ഏജ് ബാർ ഇല്ല. ഇനി അത്ര കോംപ്ലിക്കേഷൻ ഇപ്പം നമുക്ക് ഇതിലിപ്പം ഡോക്ടർ പറഞ്ഞ ഈ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അതർ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇതിന് എന്തെങ്കിലും വരാൻ സാധ്യത? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് മേ എഫക്ട് റെസ്പിറേഷൻ. സോ ദാറ്റ് ഈസ് എ ഡ്രെഡ്ഫുൾ കോംപ്ലിക്കേഷൻസ്. അഥവാ പേഷ്യൻറ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മെനി പേഷ്യൻസ് they won't come early. ചിലപ്പോൾ ചില കേസ് കുറച്ച് ലേറ്റ് ആയിട്ട് വരും. അപ്പോൾ അവർക്ക് ഓൾറെഡി റെസ്പിറേറ്ററി മസിൽ പാരാലിസിസ് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനത്തെ കേസിൽ ദേ മേ റിക്വയർ ഇമീഡിയറ്റ് ഇൻറ്റുബേഷൻ ആൻഡ് വെന്റിലേഷൻ. സോ ഡയറക്റ്റ് മെക്കാനിക്കൽ വെന്റിലേഷൻ വേണ്ടി വരും. അതേപോലെ ചില കേസിൽ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷനിൽ പെട്ടെന്ന് ഈ അപ്പാർട്ട് ഫ്രം BP ഫാൾ ഹാർട്ട് റേറ്റ് കൂടും, ഹാർട്ട് റേറ്റ് കുറയും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. പിന്നെ ലോങ് ടേം വെന്റിലേഷൻ, ഒരു പേഷ്യൻ്റ് ഒരു രോഗിക്ക് ലോങ് ടേം വെന്റിലേഷൻ വേണ്ടി വന്നാൽ അതിൻ്റെ സംബന്ധിച്ച് പ്രോബ്ലംസുകൾ വരും. ഇൻഫെക്ഷൻ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. അതേപോലെ ഇപ്പം കാല് തീരെ ഒരു അനക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് കാല് DVT, ഡീപ് വെയിനസ് ത്രോംബോസിസ്, വെയിൻസിനകത്ത് ക്ലോട്ടുകൾ വരുന്ന സ്ഥലത്ത് അങ്ങനെ ദീസ് ആർ ദ കോംപ്ലിക്കേഷൻസ് വി സി ഇൻ സം കേസസ്. സാധാരണ ഡോക്ടറിന് ഈ OPD വരുന്ന സമയം ഈ റീസെന്റ് ആയിട്ടൊക്കെ ഇപ്പോൾ GBG സിൻഡ്രോം അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ന്യൂസിൽ കണ്ടത് അങ്ങനെയാണ് നമുക്ക് GBG സിൻഡ്രത്തേക്ക് കൂടുതൽ പോപ്പുലർ ആയിട്ട് ഡിസ്കഷൻ വരുന്നത്. ബിഫോർ ദാറ്റ് സാധാരണ ഇപ്പം ഡോക്ടറായ OPD ഇങ്ങനെയുള്ള കേസസ് റൈസ് ചെയ്യാൻ സാധിച്ചത് ഇറ്റ് ഈസ് വെരി കോമൺ ആൻഡ് വി ആർ സീയിങ് എവറി ഇയർ സെവറൽ കേസസ് ഓഫ് GB സിൻഡ്രോം. അത്ര ഒരു കോമൺ ആയിട്ടല്ല, പക്ഷേ ഇറ്റ് ഈസ് ദെയർ ഇൻ കേസസ് ആർ ദെയർ. യെസ്, കേസസ് ആർ ദെയർ. ഇപ്പം ബാംഗ്ലൂർ ജ്യോതി KAMC ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഈ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ് മെത്തേഡും ഉണ്ട്. ഈ IVIGയും അതിന്റെ സൗകര്യമുണ്ട്, പ്ലാസ്മഫെറസിസിന്റെ സൗകര്യമുണ്ട്. അഥവാ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള അത് എതിരുള്ള നമുക്ക് സൗകര്യങ്ങളുണ്ട്. സാർ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത് അതൊരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്തൊക്കെയാണ്? GB സിൻഡ്രോം ഞാൻ നേരത്തെ പറയുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അപ്പോൾ ക്ലിനിക്കൽ നമുക്ക് ഇഫ് യു ആർ സസ്പെക്ടിങ് GB സിൻഡ്രോം നമ്മൾ സാധാരണ ചെയ്യുന്നത് നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ്. ഇതൊരു ഇലക്ട്രിക്കൽ ടെസ്റ്റാണ്. സാധാരണ ചെറിയൊരു കറണ്ട്, ചെറിയ കറണ്ടാണ്, മില്ലി ആംപിയേഴ്സ് കൊടുക്കാനുള്ള കറണ്ട് കൊടുത്തിട്ട് വി സീ ദ കണ്ടക്ഷൻ. നമ്മൾ നരമ്പ് അകത്ത് നമ്മൾ സാധാരണ വൈദ്യുതി ഓട്ടം ഉണ്ടാവും നോർമലായിട്ട്. സോ GB സിൻഡ്രോം നിങ്ങൾ ഈ ഡീമൈലിറ്റിംഗ് ഡിസോർഡറിൽ ചില ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും, ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ നെർവ് കണ്ടക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത്. സോ നെർവ് കണ്ടക്ഷൻ ആണ് നമ്മൾ സാധാരണ അതിൽ നമുക്ക് GB സിൻഡ്രോം ലക്ഷണം മനസ്സിലാവും. പക്ഷേ GB സിൻഡ്രോമിൻ്റെ ഫസ്റ്റ് ഒരാഴ്ച ഉള്ളിൽ മേ ബി വിതിൻ 3-4 days ഒരു പേഷ്യൻ്റ് വന്നാൽ നെർവ് കണ്ടക്ഷൻ ചിലപ്പോൾ നോർമലായി വരും. നെർവ് കണ്ടക്ഷൻ അല്ലാതെ വി ഓൾസോ യൂസ്
ലംബാർ പങ്ക്ചർ സംടൈംസ് ലംബാർ പങ്ക്ചർ നമ്മൾ നെറ്റിൽ സൂചി കുത്തിയിട്ട് വെള്ളം എടുത്ത് നോക്കിയിട്ടാണ് അതിൽ ഒരു പ്രോട്ടീൻ കൂടി വന്നത്. ആൽബുമിനോസൈറ്റോളജിക്കൽ ഡിസോസിയേഷൻ ആണ് നമ്മൾ സാധാരണ നോക്കുന്നത്. സെൽ കൗണ്ട് കൂടുതലുണ്ടാവില്ല, പക്ഷെ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂടുതലുണ്ടാവും. അതായത് ആൽബുമിനോസൈറ്റോളജിക്കൽ ഡിസോസിയേഷൻ. ഇത് രണ്ടാമത്തെ ടെസ്റ്റാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ഈ പൊട്ടാഷ്യം, പിന്നെ അതിൻ്റെ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യും, ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യും. അതേപോലെ CPK മയോസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്ന നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് CPK കൂടി വരും മയോസൈറ്റിസ്. ഈ ഇൻവെസ്റ്റിഗേഷനിലേക്കെല്ലാം പോകുന്നത് അത് കുറച്ചും കൂടി, അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വേണം. അതല്ല ഇനീഷ്യൽ സ്റ്റേജസ് തന്നെ. നമുക്കൊരു അല്ല, എല്ലാ പേഷ്യൻറ്റ് നമ്മൾ സസ്പെക്ട് ചെയ്ത പേഷ്യൻറ്റ് GB സിൻഡ്രോമിന്റെ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ NCV ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. സിവിയർ ആയാലും മൈൽഡ് ആയാലും നമ്മൾ സാധാരണ ഇത് ചെയ്യും. NCV കിട്ടിയാൽ നമ്മൾ LP ചെയ്യില്ല. പക്ഷെ ചില കേസിൽ നമുക്കൊരു ഡൗട്ടായി വരും, ഇത് ശരിക്കും GB സിൻഡ്രോം തന്നെയാണോ വേറെ എന്തെങ്കിലും രോഗമാണോ അങ്ങനെ ഡൗട്ടായി വന്നാൽ നമ്മൾ സാധാരണ LP ആണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് പറഞ്ഞത്. പിന്നെ ചില കേസസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, അതിൽ വെറും കാലിൻ്റെ തളർച്ച മാത്രം ഉണ്ടാവും, കൈയിൻ്റെ തളർച്ച ഉണ്ടാവില്ല. സോ ഇറ്റ് മേ ബി നമ്മൾ ഡോർസൽ സ്പൈൻ, ഈ ഭാഗത്തുള്ള സ്പൈനൽ കോഡ് ബാധിക്കുന്ന രീതിയിൽ ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, സുഷുമ്ന ബാധിക്കുന്ന രീതി. സോ ഫോർ ദാറ്റ് ഞങ്ങൾ സാധാരണ MRI ആണ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ടു റൂൾ ഔട്ട് ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്. സോ ബൈ ദിസ് ടൈം ഇതൊക്കെ ചെയ്ത് വി വിൽ കം ടു കൺക്ലൂഷൻ ഇത് GB സിൻഡ്രോം തന്നെയാണ് നമുക്ക് കൺഫേം ചെയ്യും. എല്ലാ രോഗത്തിനും നമ്മളിപ്പോൾ ചില പ്രിവെൻറ്റീവ് മെത്തേഡ് എന്നൊക്കെ പറയും. ഇതിന് ഏതെങ്കിലും പ്രിവെൻഷൻ മെത്തേഡ് ഉണ്ട്? GB സിൻഡ്രോം പ്രിവെൻറ്റ് ദർ ഇസ് നത്തിങ് ടു പ്രിവെൻറ്റ് GB സിൻഡ്രോം. പക്ഷേ GB സിൻഡ്രോമിൻ്റെ കാരണങ്ങൾ ഇറ്റ് ഈസ് യൂഷ്വലി ഇൻഫെക്ഷൻ. അത് ഗ്യാസ്ട്രോ ഇൻഫെക്ഷൻ ഉണ്ടാവാം, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. സോ ആ ഇൻഫെക്ഷൻ പ്രിവെൻഷനാണ് നമ്മൾ സാധാരണ നോക്കുന്നത്. ആ ഇൻഫെക്ഷൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് GB സിൻഡ്രോം വരും. സോ നമ്മൾ നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഈറ്റിംഗ് ക്ലീൻ ഫുഡ്, എല്ലാ പിന്നെ വെള്ളം വേവിച്ചിട്ട് കുടിക്കാം. ആൻഡ് അഥവാ ഇങ്ങനെ GB സിൻഡ്രോം നമ്മൾ അടുത്ത പരിസരത്ത് ഔട്ട്ബ്രേക്സ് വന്നാൽ ബെറ്റർ ടു അവോയ്ഡ് ഔട്ട്സൈഡ് ഫുഡ്, അൺകുക്ക്ഡ് മീറ്റ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പ്രിവെന്റീവ് മെത്തേഡ്സ് ആണ്. അത് ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഡയറിയകൾ, ലൂസ് മോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരില്ല. അത് വന്നിട്ടില്ലെങ്കിൽ GB സിൻഡ്രോം വരില്ല എന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, നമുക്ക് മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മെഡിട്രാക്ക് ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച മാംഗ്ലൂർ ജ്യോതി KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രോഹിത് പൈക്ക് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.